രാവിലെ കനത്ത തോൽവിക്ക് ശേഷം CPM ഒടുവിൽ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. നേതൃമാറ്റം ഉടൻ ഉണ്ടായേക്കും. പക്ഷേ ആ ഒരു സെക്രട്ടറി പദവിയിൽ നിന്നും ഗോവിന്ദൻ മാഷിന് ഇറങ്ങിപ്പോവാൻ ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ സെക്രട്ടറി മാറുമെന്നത് നിങ്ങളുടെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ് എന്നാണ് ഗോവിന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഇനി നേതൃമാറ്റം ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും CPM ഒരു അഴിച്ചുപണി ഉണ്ടാവുക? CPM-ന്റെ അഴിച്ചുപണിയെ കുറിച്ച് പറയുന്നതിന് മുമ്പിട്ട് CPM-ന്റെ തോൽവിയെ പറ്റി നമ്മൾ പറയണം. കാരണം CPM-ന്റെ ചരിത്രത്തിൽ തന്നെ കനത്തൊരു തോൽവിയാണ് CPM-ന് കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം പഴയ കാലങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രത്തോളം വേരുള്ളൊരു മണ്ണാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തഴച്ചു വളർന്നൊരു മണ്ണാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അല്ല, അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് നമ്മൾ പറയുമ്പോൾ ചൈനയും ക്യൂബയും അങ്ങനെയുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ നമ്മൾ എടുത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമോ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയോ ഒന്നുമല്ല കേരളത്തിലെ കമ്മ്യൂണിസത്തിനുള്ളത്. എങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് മാറാമെന്നും കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ നിൽക്കാമെന്നും കൃത്യമായി പഠിച്ച് അത് ചെയ്തു വരുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് CPM ആയിരുന്നു കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM അല്ല, LDF മുന്നണി, CPM-ഉം CPI-യും അങ്ങനെ കുറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റുള്ള കൊച്ചു കൊച്ചു ഘടകകക്ഷികളും ചേരുന്ന LDF മുന്നണിയായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രധാന കക്ഷി എന്ന് പറയുന്നത് CPM ആയിരുന്നു. CPM-നെ നയിച്ചിരുന്നത് സഖാവ് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും കൂടെ ചേർന്നുകൊണ്ടായിരുന്നു. ഇതിലെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് 10 വർഷങ്ങൾക്ക് ശേഷം ആർക്കും വേണ്ടാത്തൊരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയത്, അല്ലെങ്കിൽ ജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഇടുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് മാറിയത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ മുകൾ തട്ടിലിരിക്കുന്ന ചില നേതാക്കന്മാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടക്കാരെ നിയമിച്ചതും, പാർട്ടിക്ക് ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങളാണെല്ലാം, ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റാരുമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. അത് ആധിപത്യം. കേരളം മുഴുവനുള്ള ബോർഡുകൾ നമ്മൾ കണ്ടതല്ലേ. പിണറായി വിജയന്റെ ഒരു തലയും വെച്ച് LDF അല്ലാതെ മറ്റാര്, ഇത് തന്നെയായിരുന്നു പാർട്ടിക്കുള്ളിലും, ഞാനല്ലാതെ മറ്റാര്, ഈ ചോദ്യമായിരുന്നു. ഇപ്പോ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ശേഷം LDF തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും ഒരാളെങ്കിലും വെച്ച്, ഒരു മണ്ഡലത്തിൽ ഒരാളെങ്കിലും വെച്ച് ഈ പാർട്ടിക്കെതിരായിട്ട് ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാനാർത്ഥികൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ TK ഗോവിന്ദനുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞികൃഷ്ണനുണ്ട്, ഇപ്പോ അമ്പലപ്പുഴ G സുധാകരൻ, അങ്ങനെ കൊട്ടാരക്കര ഐഷ പോറ്റി, അപ്പോൾ കുറെ ആളുകളുണ്ട്. നമ്മൾ പല തവണയായിട്ട് പറഞ്ഞു പോയി ഒരുപാട് പേരുകളുണ്ട്. കൂടാതെ പാലക്കാട് ഷൊർണൂരിൽ നിന്നും നമ്മുടെ PK ശശി, നമ്മൾ പേരെടുത്ത് പറയാൻ കഴിയാത്ത PK ശശി മാത്രമല്ല, അങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ട്. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവരെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ പ്രതിപക്ഷത്ത് വരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത്? അത് പാർട്ടി സെക്രട്ടറിയുടെ ചില നിലപാടുകൾ കൊണ്ടാണ്. കഴിഞ്ഞ ദിവസമാണെങ്കിലും VS അച്യുതാനന്ദന്റെ ഓർമ്മ ദിനത്തിൽ വെച്ചിട്ട് നമ്മുടെ കോടിയേരി സഖാവിന്റെ മകൻ ബിനീഷ് കോടിയേരി അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, അത് അദ്ദേഹത്തിനെ തന്നെ പാർട്ടിക്കാർ തന്നെ വലിയ രീതിയിൽ ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയെങ്കിലും അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അല്ലാത്ത പോലെ ചില കാര്യങ്ങൾ CPM-നുള്ളിൽ നടക്കുന്നു എന്ന് അണികൾക്ക് തോന്നുന്നുണ്ട്. അണികൾക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്, അണികൾ പാർട്ടിയിൽ നിന്നും വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ അണികൾ പാർട്ടിയെ ചോദ്യം ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ തിരഞ്ഞെടുപ്പിന് ശേഷം എന്താണ്, പാർട്ടി സെക്രട്ടറിയൊക്കെ വലിയ രീതിയിൽ വന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങൾ, നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയാം. കുറച്ച് കഴിഞ്ഞ് പ്രശ്നങ്ങൾ ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇനി ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കണ്ട, അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തരം താഴ്ത്തലായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, അടച്ച് മിണ്ടാതെ ഇരുന്നോണം. ഇതായിരുന്നു CPM-ന്റെ നിലപാട്. എത്രയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കേഡർ സംവിധാനത്തിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവുമില്ല. മുകളിലിരിക്കുന്ന നേതാവിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നീ ഒന്നും ഈ പാർട്ടിയിലില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPM ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോ പാർട്ടിയിൽ സമഗ്രമായിട്ടുള്ള മാറ്റം വരികയാണ്. അടിത്തട്ടിൽ നിന്നും മേൽത്തട്ടിലേക്ക് വരെ നേതാക്കന്മാരെ മുഴുവൻ മാറ്റുകയാണ്. നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാലങ്ങളിലെല്ലാം 10 വർഷക്കാലമായിട്ട് ചില നേതാക്കന്മാർ തന്നെയായിരുന്നു ഇതിന്റെ എല്ലാം
മുന്നിലുണ്ടായിരുന്നത്. ഇവരുടെ എല്ലാം വിചാരം ഞാൻ മറ്റൊരു പിണറായി വിജയൻ എന്നായിരുന്നു എന്ന്. അത് പിണറായി വിജയൻ എങ്ങനെയാണോ രാജാവിനേക്കാൾ മേളിലാണ്. അപ്പോൾ ആ രീതിയിലായിരുന്നു CPM-ന്റെ നേതാക്കന്മാരെല്ലാം മുന്നോട്ട് പോകൊണ്ടിരുന്നത്. ഏരിയ കമ്മിറ്റി ആണെങ്കിലും ഏറ്റവും താഴെയുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും ഇവരെല്ലാം മറ്റൊരു പിണറായി വിജയൻ ആയിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരെയും മാറ്റണം, വലിയൊരു സമഗ്രമായിട്ടുള്ളൊരു മാറ്റം വരണം. പക്ഷെ മാറ്റം വരുമ്പോഴും CPM-നുള്ളിൽ മാറാതെ നിൽക്കുന്ന എന്താണ്? പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും മാത്രമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ മതി, രാഷ്ട്രീയം പരിശോധിച്ചാൽ മതി. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ആ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ തെറ്റ് തിരുത്തി ഞങ്ങൾ തിരിച്ചു വരും, ഇങ്ങനെ പറയാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. എന്റെ പേരിലാണ് ഈ പാർട്ടി തോറ്റതെങ്കിൽ ഞാൻ മാറി നിൽക്കും എന്ന് പറയുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അതെ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട പേര് എടുത്ത് പറയാനുള്ളത് നമ്മുടെ VD സതീഷിന്റെ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ 100 സീറ്റിന് മുകളിൽ 100 സീറ്റിലധികം ലഭിച്ചില്ലെങ്കിൽ സ്വയം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒഴിഞ്ഞു മാറി വനവാസത്തിന് ഞാൻ പോകും എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്ന ആ ഒരു പ്രതിപക്ഷ നേതാവിനെ ആ ഒരു ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടു. പക്ഷെ ആ വനവാസത്തെയും ട്രോളുകളും അല്ലെങ്കിൽ പരിഹസിച്ചും രംഗത്തെത്തിയ പല CPM നേതാക്കളെയും കണ്ടു. പക്ഷെ VD സതീശൻ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. വനവാസത്തിലെങ്കിലും ജസ്റ്റ് ഒന്ന് മിണ്ടാതിരുന്നൂടെ ഇതുപോലുള്ള പരിഹസിച്ച നേതാക്കൾക്കെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ CPM-നെ സംബന്ധിച്ച് CPM അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ്. അത് VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ 100+ സീറ്റിൽ ഞങ്ങൾ അധികാരത്തിലെത്തും. 100 സീറ്റോ? ഇവന്മാരെന്ത് വട്ടത്തരമാണ് പറയുന്നതാണ് ആ CPM-മാർ ചോദിച്ചത്. 100 സീറ്റിൽ കൂടുതൽ പിടിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. വനവാസം എന്നാ ജനീഷ് കുമാർക്ക് ആദ്യം പറഞ്ഞ് ഇവിടെ വനമുണ്ട്, റാന്നിയിലേക്ക് വന്നാൽ മതി, ഇവിടെ വനമുണ്ട്, സ്വാഗതം. അല്ല, ശശീന്ദ്രൻ പറഞ്ഞതാണ്, അതായത് സതീശന്റെ വനവാസത്തിന് വേണ്ടി വനം വകുപ്പ് വിശാലമായിട്ടുള്ള കാടുകൾ തുറന്നു കൊടുക്കും എന്ന രീതിയിലുള്ള, അത് വനമന്ത്രി ആയിരുന്നല്ലോ നമ്മുടെ PK ശശീന്ദ്രൻ. ആ ശശീന്ദ്രൻ വരെ നിലം തൊടാതെ പൊട്ടി ഇപ്പൊ അവസാനം എന്തായി എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം VD സതീശൻ എന്ന് പറയുന്ന നേതാവിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ചില ഫാക്ടറുകൾ അറിയാമായിരുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും VD സതീശന്റെ അതിനു മുന്നേ ഉള്ള ഫോർകാസ്റ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ഫോർകാസ്റ്റ് എന്ന് തന്നെ പറയണം. തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു കോർപ്പറേഷൻ കൂടെ അധികത്തിൽ കിട്ടി. ആ ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകൾ, ഓരോ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ മതി. ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പോയി പറയുന്ന എണ്ണത്തിൽ, അതായത് ഇത്ര വോട്ടുകൾക്കിടയിൽ ഞങ്ങൾക്ക് കിട്ടും, അത് തന്നെ അല്ലായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അല്ലാതായി പോയത്? ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു. 100+ സീറ്റ് നേടി. അതേപോലെ തന്നെ UDF അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന് വനവാസത്തിനും പോണ്ട, എങ്ങും പോണ്ട. നിലപാടുകൾ ഉണ്ടായിരുന്നു, നിലപാടുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് നമ്മളൊരു വിപ്ലവ പാർട്ടി അല്ലെങ്കിൽ എന്തോ വലിയ സംഭവമായിട്ട് എപ്പോഴും കാണുന്നത്? വർഗീയതക്കെതിരെ പോരാടുന്ന ശക്തി. ഇതിനും വലിയ ശക്തി വേറെ എന്തുകൊണ്ട്? അപ്പൊ ആ രീതിയിലാണ് CPM-നെ കാണുന്നത്, വർഗീയതക്കെതിരെ പോരാടുന്ന ശക്തി. അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു. അവസാനം എന്താണ് CPM കാണിച്ചത്? ഹോൾസെയിൽ ഡീലർമാരായി മാറി CPM. STPI ചോദിക്കാണ്, നിങ്ങൾക്ക് വോട്ട് വേണോ? ഞങ്ങൾക്ക് വോട്ട് വേണം. ആദ്യമേ തന്നെ ചാടി വീഴും. അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിക്കും, CPM-മാര് നിങ്ങൾ എന്താണ് STPI വോട്ട് വാങ്ങിക്കുന്നത്? അവരും ജനങ്ങളല്ലേ, വോട്ട് വാങ്ങിച്ചൂടാ? ഇതായിരുന്നു അവരുടെ നിലപാട്. ബാക്കി എല്ലാ കക്ഷികളോടും. അവിടെ VD സതീശൻ എന്താണ് ചെയ്തത്? VD സതീശനെതിരെ STPI സ്ഥാനാർത്ഥിയെ നിർത്തി. എന്നിട്ട് ആ സ്ഥാനാർത്ഥിയുടെ ഗതി എന്തായിരുന്നു? എല്ലാ ദിവസവും രാവിലെ STPക്കാർ വന്നിട്ട് പറയും, ഇതാ VD സതീശ, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോവുകയാണ്, പിന്മാറണമെങ്കിൽ ഇപ്പൊ പിന്മാറാം, ഞങ്ങളുടെ വോട്ട് വേണോ, ഞങ്ങളുടെ വോട്ട് വേണോ, എന്നാ പിന്മാറിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ. ഇതായിരുന്നു. VD സതീശൻ ഭയക്കാനും പോയില്ല, ഒന്നിനും പോയില്ല. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന് നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇവിടെയുള്ള മുഴുവൻ മതേതര ജനങ്ങളും, CPM-ന്റെ വിലയിരുത്തൽ എന്തായിരുന്നു? ന്യൂനപക്ഷ വോട്ടുകളിൽ, CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി. ഇതായിരുന്നു CPM-ന്റെ കണക്കുകൂട്ടൽ, അല്ലെങ്കിൽ അവസാനത്തെ അവർ തിരിച്ചറിവ് അതായിരുന്നു. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? CPM എടുത്ത നിലപാടുകൾ കാരണമാണ് CPM ഈ വട്ടം തോറ്റുപോയത്. ഈ നിലപാടുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു?
ഇന്നിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുകൾ തന്നെയായിരുന്നു. ആ നേതൃത്വത്തിൽ ഒരു മാറ്റം വരാതെ ആ കോക്കസ്, ഇത് യഥാർത്ഥത്തിൽ ഒരു കോക്കസിന്റെ പ്രശ്നമാണ്. കോക്കസ് മാത്രമല്ല, ഒരു കണ്ണൂർ സ്ക്വാഡ് എന്ന് വേണമെങ്കിൽ പറയാം. CPM പാർട്ടിക്കുള്ളിൽ ആ നേതൃത്വം അല്ല, കണ്ണൂർ സ്ക്വാഡ് പലതുണ്ടായിരുന്നു. അതെല്ലാം വെട്ടിയാണ് പിണറായി വിജയന്റെ കയ്യിലേക്ക് പിണറായി വിജയൻ ഈ പാർട്ടി സംവിധാനത്തെ കൊണ്ടുവന്നത്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പോകരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ പേരിലാണ് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷിനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഗോവിന്ദ മാഷ് ആ പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറ്റിവെച്ചിട്ട് വേറൊരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിണറായി വിജയന് പിന്നെ അതിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിട്ട് ഗോവിന്ദ മാഷ് തന്നെ ഇരിക്കുന്നത്. എന്താണെങ്കിലും നേതൃമാറ്റം എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിട്ട് തന്നെയാണ് CPM ഇപ്പോഴും തുടരുന്നത്.